അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എല്ലാ വീട്ടിലും നമ്മൾ താമസം തുടങ്ങുന്നതിന് മുൻപ് ചെയ്ത് ശീലമുള്ള ഒരു കാര്യം പാല് കാച്ചൽ. ഇതിപ്പോൾ എത്രാമത്തെ പാല് കാച്ചിലാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ദുബായിൽ തന്നെ നമ്മൾ 3 വീട്ടിൽ ഇത് 4ാമത്തെ വീട്ടിലാണ് നിൽക്കുന്നത്. ബാംഗ്ലൂർ ഒരു വീട് നിന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടായാലും എൻ്റെ വീടായാലും ഞാൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ചെറുപ്പത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പകരം ഇപ്പോൾ ഇതേ കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് 4ാമത്തെയോ 5ാമത്തെയോ പാലുകാച്ചൽ കയറി നടത്തിയിട്ടാണ് വീട്ടിലേക്ക് താമസം തുടങ്ങുന്നത്. ഈ ഗവൺമെന്റ് ജോലിക്കാർക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന പോലെയാണ് ഞങ്ങളുടെ കാര്യം. ഒന്നെങ്കിൽ ഞാൻ ഗൾഫിൽ വരുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും നിൽക്കുക, അല്ലെങ്കിൽ ജോബിച്ച് നാട്ടിൽ വരുമ്പോൾ ഞാൻ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്തായിരിക്കും നമ്മൾ വീടെടുത്ത് നിൽക്കുക. ഞാൻ തന്നെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ബാംഗ്ലൂരും നിന്നിട്ടുണ്ട്. ജോബിച്ചിനാണെങ്കിൽ 11 വർഷമായിട്ട് ദുബായിലെ, അതിൽ കല്യാണം കഴിഞ്ഞ് 5 വർഷമായി, ഞാൻ 3 വട്ടമായി വരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ വീട്ടിൽ മാറി താമസിക്കാനുള്ള യോഗം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ജോബിച്ചിന് ഓഫീസിലേക്ക് കൊടുത്തു വിടാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിസ്താഷ്യോ കുനാഫയുടെ ഒരു ബണ്ണ് എടുത്ത് കഴിച്ചു കേട്ടോ. ബീഫ് കൊടുന്നത് പാക്ക് ചെയ്തു, അതുപോലെ തന്നെ സ്നാക്സ് എല്ലാം കൂടി ഒരു ബോക്സിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തയച്ചു. എന്നിട്ട് ജോബിച്ച് ഞാൻ വരുന്നതിന് മുൻപ് ഓഫീസിൽ നിന്ന് ക്യാരറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ആപ്പിളാണ് കിട്ടാറ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപ്പിലിടുക, അച്ചാറിടുക, അല്ലെങ്കിൽ ഉപ്പിലിട്ട് അങ്ങോട്ട് തന്നെ കൊടുത്തയക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ക്യാരറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ബോക്സ് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അച്ചാറിട്ട് വെച്ച്. ശരിക്കും ക്യാരറ്റ് നല്ല രീതിക്ക് അച്ചാറിട്ട് കഴിഞ്ഞാൽ മാംഗോ അച്ചാറിൻ്റെ പോലെ തന്നെ കേട്ടോ. കുറച്ച് സുർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും. ക്യാരറ്റ് അച്ചാറിട്ടാലും വലിയ മധുരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു ഷോർട്സ് ആയിട്ട് എങ്ങനെയെന്താന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണും. വേണം. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചക്കക്കുരു മാങ്ങയും പരിപ്പ് ഇട്ടിട്ട് കറി വെച്ചത്. ഇത് ആൾക്ക് എപ്പോഴും ഒരു നൊസ്റ്റു ആയിട്ടാണ്. ആളുടെ വല്യമ്മയുണ്ട്, മമ്മിയുടെ ചേച്ചി മരിച്ചുപോയി, ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ വല്യമ്മ എപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴും ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന കറിയാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ പച്ചമാങ്ങയും ചക്കക്കുരും കൈപ്പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വന്ന വഴിക്ക് ഉണ്ടാക്കി കൊടുത്തു, നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ. അത് നമുക്ക് തന്ന സ്നേഹമൊക്കെ നമുക്ക് ഇങ്ങനെയല്ലേ ഇടയ്ക്ക് ഓർക്കാൻ പറ്റുള്ളൂ.